ഹലോ ഗീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു ലഡുവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റായി ലഡു കിട്ടണമെങ്കിൽ നമുക്ക് 3 ചേരുവകൾ മാത്രം മതി. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് കടലപ്പൊടിയാണ്. അപ്പോൾ കടലപ്പൊടി ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്, കണ്ടതുപോലെ തന്നെ. പിന്നെ അതിലേക്ക് ഞാൻ കുറേശ്ശെ അതായത് കുറച്ചായി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. പിന്നെ ഗൈസ്, അതിൻ്റെ ഒരു കട്ട ഉണ്ടാകില്ലേ കടലപ്പൊടിൻ്റെ, അത് നന്നായി മിക്സാക്കി വരണം, ഇല്ലെങ്കിൽ ലഡു അത്ര പെർഫെക്റ്റായി കിട്ടില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ലേശം മതി കളറിന് ഉപയോഗിച്ച്. ഗൈസ്, അപ്പം എനിക്ക് കുറച്ച് കട്ട് ചെയ്യണതിന് ഇനിയും ഞാൻ നല്ല പങ്ങൽ മിക്സാക്കി എടുക്കണം. അപ്പോൾ കണ്ടതുപോലെ തന്നെ നന്നായി മിക്സാക്കി എടുക്കാം. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ പൂച്ചസാറ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെയും വീഡിയോ എടുക്കാൻ വിചാരിച്ചു. കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ നിൽക്കാൻ മനസ്സൊന്നുമില്ല. പിന്നെ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടതുപോലെ തന്നെ നന്നായി മിക്സാക്കി കൊടുക്കണം നമ്മളിത്. ആ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് പാം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് അത് തിളക്കാൻ വെക്കണം. അതിനിടയ്ക്ക് നമ്മൾ ഷുഗർ സിറപ്പിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ അതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ടേബിൾ സ്പൂൺ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഇതിന് തേയില്ല. അതിന് മെയിൻ ഷുഗർ സിറപ്പാണ് ആഡ് ആക്കേണ്ടത്. ബൂന്തി ആക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബൂന്തി നമ്മൾ കടലമാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കണം. അതായത് മിക്സാക്കി എടുക്കണമെന്ന് പറയുമ്പോൾ എണ്ണയിൽ നന്നായി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഷുഗർ സിറപ്പ് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ബൂന്തി റെഡിയായി ഏകദേശം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് നമ്മൾ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം ഗൈസ്. നല്ല പൊടിഞ്ഞ പോലെയുള്ളൊരു ടെക്സ്ചറായിരുന്നു നമ്മൾ ബൂന്തി ഇരുന്നത്. അപ്പോൾ നമ്മൾ ലഡു ആക്കുന്ന ടെക്സ്ചർ ഒരു ടൈപ്പ് ഞാൻ കാണിച്ചു തരുന്നു.